ഇന്ന് ഡിസംബർ 21, 2025 കാനഡയിലെ ഒഫീഷ്യലായിട്ട് വിൻ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ്. 2025 ഡിസംബർ 21 തൊട്ട് 2026 മാർച്ച് 20 വരെയാണ് കാനഡയിലെ ഒഫീഷ്യൽ വിൻ്റർ ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനുള്ളിൽ തന്നെ കാനഡയിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം -45°C ആണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അതുണ്ടായിരിക്കുന്നത് കാനഡയിലെ ഒരു ടെറിട്ടറി ആയിട്ടുള്ള യൂക്കോണിലും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു തണുപ്പ് കൂടിയ സ്ഥലമാണ് എന്നുള്ളത്. നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയ ഒന്നും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഏത് സ്ഥലത്തും എല്ലാ വിൻ്ററിലും മഞ്ഞ് പെയ്യുന്നതും അതുപോലെ തന്നെ മൈനസ് ടെമ്പറേച്ചറിലൊക്കെ വരുന്നതാണ്. ബ്രിട്ടീഷ് കൊളംബിയ മാത്രമാണ് ഒരു ആവറേജ് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 0യുടെ മുകളിൽ ടെമ്പറേച്ചറൊക്കെ വരുന്നത്. ബാക്കിയുള്ള ഏത് പ്രൊവിൻസ് നോക്കിക്കഴിഞ്ഞാലും, അതായത് ഏകദേശം 9 പ്രൊവിൻസും 3 ടെറിട്ടറിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവിടുത്തെ ടെമ്പറേച്ചർ വിൻ്റർ ടൈമിലേത് മൈനസ് ആയിരിക്കും. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒണ്ടാരിയോ എന്ന് പറഞ്ഞ പ്രൊവിൻസാണ് ഏറ്റവും താരതമ്യേന തണുപ്പ് കുറവുള്ളൊരു പ്രൊവിൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒണ്ടാരിയോ പോലും ഈ വട്ടം റെക്കോർഡ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -15ഉം -20ഒക്കെയാണ്. അതും വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പോളാർ വെർട്ടെക്സിൽ നിന്നുള്ളൊരു ആർട്ടിക് എയർ ഈ സദർൺ ഒണ്ടാരിയോയിലേക്ക് അടിച്ചതാണ് ഇത്രയധികം ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ആർട്ടിക്കിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കാനഡയിലെ ഒരു സ്ഥലമാണ് യൂക്കോൺ എന്ന് പറഞ്ഞത്. അവിടെ റെക്കോർഡ് ചെയ്ത ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -36°C ആയിരുന്നെങ്കിൽ പോലും തണുത്ത കാറ്റ് കാരണം അവിടുത്തെ ടെമ്പറേച്ചർ ഫീൽസ് ലൈക്ക് ഒരു -45°C ആയിരുന്നു. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും തണുപ്പ് കൂടിയ സ്ഥലത്ത് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ആ യൂക്കോണിലെ ഒരു പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 48,000 തൊട്ട് 50,000 അടുത്തൊരു പോപ്പുലേഷനാണുള്ളത്. ഇതിൽ തന്നെ ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യയിൽ നിന്നുള്ള, ഫിലിപ്പൈൻസിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇന്ത്യക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 23%. അതിൽ തന്നെ ഇഷ്ടംപോലെ മലയാളികളുമുണ്ട്. ഇത്രയധികം ഇന്ത്യക്കാരും മലയാളികളും ഈ യൂക്കോൺ എന്ന് പറഞ്ഞ് ഇത്ര തണുപ്പുള്ള ഒരു ടെറിട്ടറിയിൽ നിൽക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് അത് PR കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കണ്ടിട്ടാണ്. ചിലപ്പോൾ ഒരു PR കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള തണുപ്പ് കുറഞ്ഞ ഏതെങ്കിലും പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യായിരിക്കും. എന്നിരുന്നാൽ പോലും 2024 ഒരു സെൻസസ് പ്രകാരം ഏകദേശം 23% ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. യൂക്കോൺ എന്ന് പറയുന്നത് ആർട്ടിക്കിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലവും ടൊറൻറ്റോയിൽ നിന്ന് ഏകദേശം 5400 കിലോമീറ്റർ ദൂരെയുമാണ്. വിൻ്ററിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ആ മാസങ്ങളിലാണ് ഇതിലും ടെമ്പറേച്ചർ ഡൗൺ ആവാറുള്ളത്. ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് എന്തിനാണ് ഇന്ത്യക്കാർ ഇങ്ങനെ ജീവിക്കുന്നത്? അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു കാനഡ അപ്ഡേറ്റ്സുമായിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.